നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി അടുത്തതോടെ ഇപ്പോൾ പതിവിന് വ്യത്യസ്തമായി കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള നീക്കങ്ങളിലാണ്. വി ഡി സതീശൻ നടത്തിയ യാത്ര സമാപിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് കൂടുതലും ചർച്ചകൾ നടക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ വലിയ തോതിലുള്ള നേതാക്കളുടെ പ്രവാഹം ഇപ്പോൾ അങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലും 60-70 സ്ഥാനമോഹികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് വലിയ ഭാരവാഹികൾ മുതൽ പ്രാദേശിക നേതാക്കന്മാർ വരെ. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചില പഞ്ചായത്ത് മുനിസിപ്പൽ അംഗങ്ങൾക്കും എല്ലാം ഇപ്പോൾ അസംബ്ലി മോഹം വന്നിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജയിക്കുകയില്ല എന്ന് കരുതി മത്സരിച്ച പല വാർഡുകളിലും ജയിച്ച ചില കൗൺസിലർമാർക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കൊക്കെ ഇനി അങ്ങോട്ട് MLA-മാരാകാനാണ് മോഹം. ഏതായാലും ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ പുതിയൊരു ഭീഷണി പാർട്ടി നേരിടുകയാണ്. അതായത് നേരത്തെ ഇത്തരം ചർച്ചകൾ നടന്നിരുന്നത് തന്നെയാണ്. പല MP-മാർക്കും ഇപ്പോൾ MLA-മാരാകണം. ഇതിനായി പറയുന്ന കാരണങ്ങൾ പലതാണ്. ഇവരിൽ പലർക്കും പ്രതിപക്ഷ MP ആയിരുന്ന ഡൽഹിയിൽ ഒരു കാര്യം ചെയ്യാനില്ല. ചിലർക്കാകട്ടെ പാർലമെൻറ്റിൽ നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കേരളത്തിൽ ഒരു MLA കഴിഞ്ഞാൽ അടുത്ത് ഏതാണ്ട് ഭരണം കിട്ടും എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇവിടെ ഒരു മന്ത്രിയായിരിക്കാം എന്നുള്ളതാണ് പലരുടെയും മോഹം. ഏതായാലും നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച രംഗത്തെത്തിയിരിക്കുന്നവരെന്ന് തന്നെ ചില്ലറക്കാരല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് കെ സുധാകരൻ തന്നെയാണ്. മുൻ KPC അധ്യക്ഷനാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും സുധാകരന് വലിയ തോതിലുള്ള വോട്ടാണ് ലഭിച്ചത്. പക്ഷേ ഒരു MP ആയി അധികകാലം ഇരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി താനാണ്, താൻ മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി തനിക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് സുധാകരൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, താൻ മത്സരിക്കുകയാണെങ്കിൽ 110% ഉറപ്പാണ് താൻ ജയിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും കെ സുധാകരൻ്റെ രാഷ്ട്രീയത്തിലെ അതിൻ്റെ ഒരു അനുയായിയായിരുന്ന സണ്ണി ജോസഫാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ. ഇന്ന് KPCC അധ്യക്ഷൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളാകേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ പാർട്ടി തീരുമാനിക്കും ആരും മത്സരിക്കണം എന്നുള്ള കാര്യം. കൂടാതെ അടൂർ പ്രകാശും ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സമുദായ പ്രാതിനിധ്യം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഭരണം കിട്ടുകയാണെങ്കിൽ പോലും അവിടെ മന്ത്രിസഭയിലും മറ്റും ഈഴവ പ്രാതിനിധ്യം തീരെ കുറവാണ് എന്നുള്ള വസ്തുത അത് ശരിയാണ്. അടൂർ പ്രകാശിനെ പോലെ നേരത്തെ മന്ത്രിയൊക്കെ ആയിരുന്നു, വളരെ മുതിർന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ മത്സരിക്കാം എന്ന് പലരും വാദിക്കുമ്പോൾ നേരെ വിപരീതമായി ചിന്തിക്കുന്നവരാണ് ഹൈക്കമാൻഡിലെ ഭൂരിപക്ഷം പേരും. അവർ പറയുന്നത് ഈ കണ്ണൂരിലും ആറ്റിങ്ങലുമൊക്കെ തന്നെ ഈ MP-മാർ രാജിവെച്ചാൽ പകരം കോൺഗ്രസ് അവിടെ ജയിക്കുമെന്ന് എന്താണ് ഉറപ്പ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരു ഉറപ്പും പറയാൻ കഴിയുകയില്ല. കാരണം കണ്ണൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ കെ സുധാകരൻ മത്സരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. നാളെ സുധാകരൻ രാജിവെച്ച് MLA ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആര് മത്സരിക്കും എന്നുള്ള ചോദ്യമുണ്ട് കോൺഗ്രസിൽ. സുധാകരനെ പോലെ ഒരു കരുത്തനല്ല മത്സരിക്കുന്നതെങ്കിൽ വിജയിക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുപോലെ തന്നെയാണ് അടൂർ പ്രകാശിൻ്റെ. അടൂർ പ്രകാശിന് പകരം ആറ്റിങ്ങൽ ആരെ മത്സരിപ്പിച്ചാൽ ജയിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം നേരത്തെ വളരെ കാലമായി LDF-ൻ്റെ ഒരു കോട്ടയായി മാറിക്കഴിഞ്ഞിരുന്നൊരു മണ്ഡലമാണ്. മുൻപ് ചിറയൻകീഴായിരുന്നു, ഇപ്പോഴത്തെ ആറ്റിങ്ങൽ മണ്ഡലം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സിൽ കെ സുധാകരനും CPM-ൽ G സുധാകരനുമാണ്. 2 സുധാകരന്മാരാണ് പാർട്ടി നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ വെള്ളം കുടിപ്പിക്കുന്നത്. കെ സുധാകരനെ പോലുള്ള ഒരാൾ ഇടഞ്ഞു നിന്നാൽ അത് മലബാർ മേഖലയിൽ തന്നെ കോൺഗ്രസിനാൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിനെ കടുത്ത സമ്മർദ്ദത്തിൽ നിർത്തിക്കൊണ്ട് സീറ്റ് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കെ സുധാകരൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കോന്നി പോലെയുള്ള വളരെ സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിക്കാം, വീണ്ടും ജയിച്ച് മന്ത്രിയാവുകയും ചെയ്യാമെന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹവും കരുതുന്നത്. എന്നാൽ കോൺഗ്രസിലെ വലിയൊരു ഭാഗം നേതാക്കളും അണികളൊക്കെ തന്നെ ഈ നീക്കങ്ങളെ എതിർക്കുകയാണ്. അവർ പറയുന്നത് വെറുതെ എന്തിനാണ് 2 സീറ്റ് കൊണ്ടുപോയി കളയുന്നത് എന്നാണ്. അവർ പറയുന്നത് ഇവർ സ്ഥാനം ഒഴിഞ്ഞാൽ യുവജനങ്ങളെന്ന് ഒരിക്കലും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയില്ല. വീണ്ടും പഴയതുപോലെ കണ്ണൂരിലെയും അല്ലെങ്കിൽ ആറ്റിങ്ങലെയൊക്കെ തന്നെ പഴയകാല നേതാക്കന്മാർ തന്നെയായിരിക്കും മത്സരിക്കാനാകുക. തങ്ങളുടെ അവസരം അതോടുകൂടി ഇല്ലാതാകുമെന്നും മാത്രമല്ല ഇത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കുമെന്നുമാണ് ഈ യുവതലമുറ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ MLA-മാർ അങ്ങനെ ചാഞ്ചാടി കളിക്കുമ്പോൾ ഒരാൾ ഇപ്പോൾ MP ആവുന്നു, അവിടുത്തെ MLA ആവുന്നു, MLA MP ആവുന്നു, ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ലെന്നും ജനങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ കോൺഗ്രസ്സിലുമുണ്ട്. അപ്പോൾ ഏതായാലും ഡൽഹിയിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ ഈ വരും ദിവസങ്ങളിൽ തന്നെ അന്തിമ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് കാര്യം. പക്ഷേ അതിൽ നേതാക്കന്മാർ എങ്ങനെ പ്രതികരിക്കും, പ്രത്യേകിച്ച് സുധാകരനെ പോലുള്ള ഒരാളെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും ഇവിടുത്തെ KPC നേതൃത്വം എല്ലാം തന്നെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.